അറിവിന്റെ വീതിയിലൂടെ വീണ്ടും ഒരു തേരോട്ടം. യൂണിടേസ്റ്റ് അശ്വമേധം പവർഡ് ബൈ സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആൻഡ് ഭീമ ജ്വല്ലറി. എല്ലാ പ്രേക്ഷകർക്കും അശ്വമേധത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. Here we have our jury, Mr. Joe Anthony. So welcome to the show. Thank you. ഇനി സ്വാഗതം ചെയ്യാം അറിവിന്റെ സൂര്യ തേജസ്സിനെ, അശ്വമേധത്തിന്റെ സാരഥിയെ, ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. Come, let's gallop back to Unitaste Ashwamedham, powered by Supra Pacific Financial Services and Bhima Jewelers. ഈ ദിവസം ഇനി ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥി ഒരു ലോക ചാമ്പ്യനാണ്. ഉജ്ജ്വലമായ കായിക ബലത്തിൻ്റെ കരുത്തോടെ, നിതാന്തമായ അർപ്പണബോധത്തോടെ, കൃത്യമായ ഏകാഗ്രതയോടെ വീണുപോയി എന്ന് കരുതുന്നിടത്തു നിന്ന് എതിരാളികളെ നിഷ്പ്രഭരാക്കി വിജയത്തിലേക്ക് കുതിച്ച ഭാരതത്തിൻ്റെ അഭിമാനമായ ഒരു വനിതാ കായിക താരം. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം കൂടിയാണ് മുൻ അന്തർദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യനായ ശ്രീമതി KC ലേഖ. വാക്ക് ഇൻ പ്ലീസ്. ഇടിക്കൂട്ടിലെ സിംഹം ഇവിടെ എങ്ങനെയുണ്ട്? ഇടിക്കൂട്ടിലെ സിംഹം തന്നെ, അതുപോലെ തന്നെയാണ് ഇവിടെ. ആണ്. മത്സരം കായികമായി വേണ്ടി വന്നാൽ നേരിടുമോ? തീർച്ചയായും നേരിടും. അപ്പോൾ സൂക്ഷിച്ചിരിക്കണം. ഞാൻ അശ്വമേധം പണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ലേഖയുടെ നാട് പയ്യന്നൂരാണ്. അതെ അല്ലേ? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്താണ്, പ്രോപ്പർ പയ്യന്നൂരല്ല. ഇപ്പോൾ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. അതെ. റവന്യൂ വകുപ്പിലാണ്? അല്ല, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. കുടുംബം ഞങ്ങളിപ്പോൾ ഇവിടെ ബേസിക്കലി കണ്ണൂരാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുകയാണ്. ഹസ്ബൻഡും കുട്ടികളുമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഇപ്പോൾ അച്ഛനും അമ്മയും കൂടെയുണ്ട്. ഭർത്താവ് പോലീസ് ഉദ്യോഗസ്ഥനാണ്? അതെ, പോലീസിൽ DYSP ആണ്. വിജിലൻസ് ഡയറക്ടറേറ്റിൽ ഇപ്പോൾ DYSP ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. കായിക താരമാണോ അദ്ദേഹം? അല്ല, കായിക താരമല്ല. അല്ല. അല്ല. എത്രയോ ദശാബ്ദങ്ങളായി ഇന്ത്യയിലെ ജനകോടികളുടെ മുഴുവൻ ഹൃദയത്തിൽ സംഗീതത്തിൻ്റെ സ്വർഗ്ഗലോകം സൃഷ്ടിച്ച അനുഗ്രഹീതനായ ഒരു ഗായകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നൊരു ബോക്സറിന് മുഖത്ത് ഇടികൊടുക്കുക എന്നുള്ളതായിരുന്നു. സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. മുഹമ്മദ് റാഫിയാണ്. മുഹമ്മദ് റാഫിയുടെ വലിയ ആഗ്രഹമായിരുന്നു മുഹമ്മദ് അലിയെ, കാഷ്യസ് ക്ലേയെ നേരിട്ട് കാണണം, അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്ന് ഇടിക്കണം. മുഹമ്മദ് അലിയെ കാണാൻ അവസരം ലഭിച്ചു റാഫിക്ക്. റാഫി ചോദിച്ചു എന്താണ് സമ്മാനം വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊന്ന് ഇടിക്കണം എന്നാണ്. വളരെ സ്നേഹത്തോടെ മുഹമ്മദ് റാഫിയുടെ പഞ്ചിനു വേണ്ടി തൻ്റെ മുഖം താഴ്ത്തി നിന്നു ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായിരുന്ന സാക്ഷാൽ കാഷ്യസ് ക്ലേ, സാക്ഷാൽ മുഹമ്മദ് അലി. വല്ലാത്തൊരു നിമിഷമാണ്. അതെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പാട്ടുകാരൻ്റെ മുമ്പിൽ, ഒരു സംഗീതജ്ഞൻ്റെ മുമ്പിൽ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻ വയലൻ്റ് ആയിട്ടില്ല, സ്നേഹത്തോടെയാണ് നിന്നത്. അതെ സാർ. ഞാനൊരു പാവം ക്വിസ് മാസ്റ്ററാണ്. എൻ്റെ മുമ്പിൽ ലോക ബോക്സിംഗ് റാണി വയലൻ്റ് ആകരുത്. ഇല്ല സാർ, അതൊരു റിങ്ങിനകത്ത് കയറുമ്പോഴേ നമുക്ക് ആ ഒരു ഇടിയോട് ഇടിക്കണം, അല്ലെങ്കിൽ നമ്മൾ എതിരാളികളുടെ മുന്നിൽ നമ്മൾ പോരാടി ജയിക്കണം എന്ന്. എത്ര നോക്കൗട്ടുകൾ ചെയ്തിട്ടുണ്ട്? ഒരുപാട് ചാമ്പ്യൻഷിപ്പുകളിൽ ചെയ്തിട്ടുണ്ട് സാർ. 30 സെക്കൻഡ് കൊണ്ട് തന്നെ ജയിച്ചിട്ടുണ്ട്. നമുക്ക് ബോക്സിംഗ് എന്ന് പറയുന്നത് 3 റൗണ്ടാണ് കളി. അപ്പോൾ ആ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 30 സെക്കൻഡ്സ്, 2 മിനിറ്റിൻ്റെ 3 റൗണ്ടാണ് കളി. അപ്പോൾ ആദ്യത്തെ ആ ഒരു 30 സെക്കൻഡിൽ തന്നെ ഞാൻ കളി നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആരെയാണ് അത്? ആസാമിലുള്ളൊരു പോളി എന്ന് പറഞ്ഞൊരു ബോക്സറെയാണ്. പിന്നീട് അവരൊന്നും പറഞ്ഞില്ല? ഇല്ല, ഒന്നും പറഞ്ഞില്ല. കാരണം ആസാമിൽ വെച്ച് തന്നെയാണ് നമുക്ക് ആ ഒരു നാഷണൽ ഗെയിംസാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ലോക്കൽ സപ്പോർട്ടൊക്കെ പോളി എന്ന് വിളിക്കുമ്പോൾ ഞാൻ
ഞാൻ കേൾക്കുന്നത് കെ സി എന്നാണ്. അപ്പോൾ ആ ഒരു ലോക്കൽ സപ്പോർട്ട് മുഴുവൻ എനിക്കാണ്, അത് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് എന്നുള്ള ആ ഒരു എന്തോ എനിക്ക് അങ്ങനെ ഒരു ചിന്തയാണ് പോകുന്നത്. അപ്പം ഇത്രയും നമുക്ക് സപ്പോർട്ട് ഉണ്ടാകുമ്പം എന്തുകൊണ്ട് നമ്മൾ പുറകിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ആസാമിൽ വെച്ച് തന്നെയാണ് നാഷണൽ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് പുറകിലോട്ടാണ്, അല്ലെങ്കിൽ നന്നായിട്ട് എനിക്ക് പോയിൻ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സപ്പോർട്ട് മുഴുവൻ അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു ടൈമിൽ തന്നെ മാക്സിമം നമ്മൾ പോയിന്റ് നേടുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും അതൊരു 30 സെക്കൻഡ്സിൽ അവസാനിച്ചു. ഈ കുട്ടിക്കാലത്ത് എത്രാമത്തെ വയസ്സിലൊക്കെയാണ് ഈ ബോക്സിംഗ് റിംഗിലേക്ക് വരുന്നത്? ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോക്സിങ്ങിലോട്ട് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനു മുമ്പേ ഞാൻ അത്ലറ്റ് ആയിരുന്നു. അത് ഫാമിലിയിലൊന്നും അങ്ങനെ സ്പോർട്സ് ചെയ്യുന്ന കായിക താരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ അച്ഛൻ, ഞങ്ങൾ കർഷക കുടുംബത്തിലാണ്, അപ്പോൾ അച്ഛൻ്റെ കൂടെ ജോലിക്ക് പോകുന്ന അടുത്ത വീട്ടിലുള്ള ഒരു കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പോൾ അവരുടെ മക്കളെല്ലാവരും സ്പോർട്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ സ്പോർട്സിന് ഒറ്റയ്ക്ക്, ഏറ്റവും ഇളയ കുട്ടിയായ ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ ഞാൻ കൂട്ടിനായിട്ട് പോയി. അങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിലെത്തുമ്പോൾ മറ്റു കുട്ടികളൊക്കെ പരിശീലനം ചെയ്യുന്നത് കുറച്ച് ദിവസം കണ്ടു. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കായിക അധ്യാപകനായിട്ടുള്ള സെബാസ്റ്റ്യൻ ജോൺ എന്ന് പറയുന്ന അധ്യാപകൻ എൻ്റെ അടുത്ത് പറഞ്ഞ, ലേഖ എന്തിനാണ് ഈ ഒരു സമയം വെറുതെ ഈ ഒരു ഗ്രൗണ്ടിൽ വന്ന് കളയുന്നത്, അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ എന്തെങ്കിലും പരിശീലനം ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത്ലറ്റിക്സിലാണ്, പിന്നീട് 2001 വുമൺ ബോക്സിംഗ് ഒരു മത്സര ഇനമായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ലൈല അലി ആയിരുന്നില്ലേ ആദ്യം ലോക ചാമ്പ്യൻ ആയതല്ലേ? അതെ. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ സെഗ്മെന്റിൽ ഞാനല്ല ഗ്രാൻഡ് മാസ്റ്റർ, കെ സി ലേഖയാണ് ഗ്രാൻഡ് മാസ്റ്റർ. വളരെ ഫേമസ് ആയ ഒരാളിനെ കുറിച്ച് അത്ര ഫേമസ് അല്ലാത്ത സൂചനകൾ ഞാൻ നൽകും. ആദ്യത്തെ സൂചനയിൽ അതാരെന്ന് കണ്ടെത്തിയാൽ താങ്കൾക്ക് 1 കോടി രൂപയ്ക്ക് വേണ്ടി അശ്വമേധത്തിൽ ഏർപ്പെടാം. രണ്ടാമത്തെ സൂചനയിലാണെങ്കിൽ 1 ലക്ഷം, 50,000, 25,000, 10,000 എന്നിങ്ങനെ 5 സൂചന. ഓൾ ദ ബെസ്റ്റ് ശ്രീമതി കെ സി. ഭാരതത്തിൻ്റെ അഭിമാനം ബോക്സിംഗ് റിംഗിൽ ലോകത്തിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിച്ച കെ സി ലേഖ എന്ന മലയാളിയായ ഈ കായിക താരത്തിനോടൊപ്പം നമുക്ക് ആരംഭിക്കാം ഈ ദിവസത്തെ വൈജ്ഞാനിക മത്സരം. ആദ്യത്തെ സെഗ്മെൻറ്റ്, ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ലേഖ, എന്തായാലും ഈ വ്യക്തിയെ ലേഖയ്ക്ക് അറിയാം എന്നെനിക്ക് ഉറപ്പാണ്. ആളിനെ കണ്ടെത്തുക എന്നതാണ് പ്രയാസം. ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ഒന്നുണ്ട്, ഉത്തരങ്ങളെല്ലാം വളരെ ലളിതം, സൂചനകളാകും ചിലപ്പോൾ പ്രയാസം. കാണാം ആദ്യത്തെ സൂചന. 2020 നവംബർ 27 കൽക്കത്തയിലുള്ള ആദിത്യ സ്കൂൾ ഓഫ് സ്പോർട്സ് അവരുടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഇദ്ദേഹത്തിൻ്റെ പേര് സമ്മാനിച്ചു. ആദിത്യ സ്കൂൾ ഓഫ് സ്പോർട്സ് കൽക്കത്തയിലാണ്. അവർ അവരുടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഇദ്ദേഹത്തിൻ്റെ പേരാണിട്ടത്. ഇല്ല, എന്തെങ്കിലും ഒരു ഗസ്? എന്തായാലും ഒരു ക്രിക്കറ്റർ ആയിരിക്കും, കായികവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. നോക്കാം, അടുത്ത സൂചനയിലേക്ക് കിടക്കാം. കസഡോർ ഡി അവഞ്ചറൽസ് ഇതൊരു കോമിക് സീരീസാണ്. സൂപ്പർ പവേഴ്സ് ഉള്ള കഥാപാത്രങ്ങളാണ് ഈ കോമിക് സീരീസിൽ വരുന്നത്. നമ്മളെന്താ ഈ ഫാൻറ്റം മാൻഡ്രേക്ക് എന്നൊക്കെ പറയുന്നത് പോലെ. എന്നാൽ ഈ സീരീസിൽ താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തി പല ഒരു കഥാപാത്രമായി തന്നെ അവതരിച്ചു. ഇല്ല, അടുത്ത ക്ലൂവിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്ലൂ പ്ലീസ്. 1960 ഒക്ടോബർ 30 ജനനം, 2020 നവംബർ 25 മരണം. ഒരു പാട്ട് കേൾക്കാം. ഫുട്ബോൾ മാന്ത്രികനായ ഡീഗോ മാരഡോണ തന്നെയാണത്. മാരഡോണയുടെ ഓർമ്മയ്ക്കാണ് കൽക്കത്തയിലെ സ്കൂൾ, ആദിത്യ സ്കൂൾ, അവരുടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് മാരഡോണ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അടുത്ത സൂചനകളൊക്കെ ഞാൻ പറഞ്ഞതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ കോമിക് സീരീസിൽ ഡീഗോ മാരഡോണ ഒരു കഥാപാത്രമായി, ഒരു സൂപ്പർ പവറായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് നിരവധി തവണ. കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം
മൂന്നാമത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞ ശ്രീമതി കെ സി ലേഖ 500,000 രൂപയ്ക്ക് വേണ്ടി അശ്വമേധത്തിൽ ഏർപ്പെടാൻ യോഗ്യത നേടിയിരിക്കുന്നു. കാർഡ് അനീഷയെ ഏൽപ്പിക്കാം. ഇതുവരെ ലേഖയ്ക്കായിരുന്നു ബുദ്ധിമുട്ട്, ആളിനെ കണ്ടുപിടിക്കണ്ടേ. ഇനി പക്ഷേ ലേഖയ്ക്കല്ല ബുദ്ധിമുട്ടിരിക്കുകയാണ്. അതുകൊണ്ട് യു ക്യാൻ ബി റിലാക്സ്ഡ്. ശ്രീമതി കെ സി ലേഖ വിചാരിച്ച പേര് ജൂറി ഈസ് ഇറ്റ് അപ്രൂവ്ഡ്? അപ്രൂവ്ഡ്. ആരംഭിക്കാം. യെസ് സർ. ശ്രീമതി കെ സി ലേഖ മനസ്സിൽ വിചാരിച്ച വ്യക്തിയെ തേടിയുള്ള ഈ സഞ്ചാരം, ചോദ്യങ്ങളുടെ ഈ പഞ്ചും കിക്കും. യെസ് സർ. യാഗം. ഇന്ത്യൻ. യെസ് സർ. ഇവിടെ ആലോചിച്ചാണല്ലോ അത് പറഞ്ഞത്. സിറ്റിസൺഷിപ്പ് കൊണ്ടും ജനനം കൊണ്ടും രണ്ടുകൊണ്ടും ഇന്ത്യനാണോ? അതെ. അതൊരു അനാവശ്യമായ ചോദ്യമായിപ്പോയി. അല്ല, ഇന്ത്യൻ എന്നുള്ളതിൽ ഒരുപാട് ആലോചിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ പുരുഷൻ അല്ല. ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്. മലയാളി? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? അല്ല. സ്പോർട്സ്? യെസ് സർ. 50 വയസ്സിന് മുകളിൽ പ്രായം? ലൈഫ് ലൈൻ? ലൈഫ് ലൈനർ. 50 വയസ്സിന് മുകളിൽ പ്രായം ഇല്ല. വയനാട് ജില്ല? അല്ല. ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. 10 ചോദ്യങ്ങൾ. കളി കടുക്കുന്നു. യജ്ഞം. ഇപ്പോഴും കളിക്കുന്നുണ്ടോ? ഇല്ല. നാഷണൽ ടീമിലുണ്ടോ എന്നല്ല, റിട്ടയർ ചെയ്തോ എന്നാണ് യെസ് യെസ് സർ. റിട്ടയർ ചെയ്തു. ഇപ്പം മിന്നുമണിയും സജന സജീവനും ഒന്നും അല്ല. അല്ല. പ്ലെയർ എന്നത് തന്നെയാണ് പ്രധാനം. അതെ. കളി എഴുത്തല്ല, കളി തന്നെയാണ് പ്രധാനം, അല്ലേ? യെസ് സർ. ബോൾ ഗെയിം, പന്ത് ഉപയോഗിച്ചുള്ളൊരു കളി തന്നെയാണ്? നോ. നോ സർ. അല്ല. ഒളിമ്പിക്സ് കളിച്ചില്ല എന്നല്ലേ പറഞ്ഞത്? അതെ. ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാസ്റ്റർ എന്നീ പദവികൾ ലഭിച്ച ഒരു ഇൻ്റലക്ച്വൽ ഗെയിമറാണോ അത്? നോ. അല്ല. ഗ്രാൻഡ് മാസ്റ്റർ എന്നല്ലേ ഉദ്ദേശിച്ചത്? ഗ്രാൻഡ് മാസ്റ്ററോ ഇൻ്റർനാഷണൽ മാസ്റ്ററോ? ചെസ്സിൽ ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ അല്ല, ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സിനെ നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതല്ലേ? വിജയലക്ഷ്മിയൊക്കെ പോലുള്ളവരൊക്കെ. ഇത് രണ്ടും ലഭിച്ചിട്ടില്ല. ഇന്റർനാഷണൽ പ്ലേയേഴ്സ് എന്നാണ് ഉദ്ദേശിച്ചത്. ഇന്റർനാഷണൽ മാസ്റ്റർഷിപ്പ്, ചെസ്സിലെ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി. അല്ല. ഇൻഡോർ ഗെയിം? ഇൻഡോറിലും ഔട്ട്ഡോറിലും കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. അല്ല, അങ്ങനെയല്ല. ബേസിക്കലി അതൊരു ഇൻഡോർ ഗെയിമാണ്. ഇപ്പോൾ ചെസ് ഒരു ഇൻഡോറിലും ഔട്ട്ഡോറിലും എവിടെ ഇരുന്നും കളിച്ചിട്ടേ. മരോട്ടിച്ചാൽ, തൃശ്ശൂർ ജില്ലയിലെ മരോട്ടിച്ചാലിൽ പാടവക്കത്തും പാതയിലും ഒക്കെ ചെസ് കളിക്കാരെ കാണാം. അത് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ദ ചെസ് ക്യാപിറ്റൽ, ചെസ് വില്ലേജ് ഓഫ് ദ വേൾഡ് എന്നാണ്. അതുപോലെ, പക്ഷേ അതൊരു ഇൻഡോർ ഗെയിം അല്ലേ? അതുപോലെ ഇതൊരു ഇൻഡോർ ഗെയിമാണ്. അതെ അതെ. പക്ഷേ ചെസ്സല്ല. അല്ല. ചെസ്സല്ല, ക്രിക്കറ്റ് അല്ല, പന്തില്ലാത്ത കളിയാണെന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഒളിമ്പിക്സിൽ കളിച്ചിട്ടില്ല. ഇല്ല. ഒളിമ്പിക്സിൽ ഇല്ലാത്ത കളി ചെസ്സല്ല, ക്രിക്കറ്റ് അല്ല. കളി ഒളിമ്പിക്സിലുണ്ടോ? അത് ഒളിമ്പിക്സിലുണ്ട്. ഒളിമ്പിക്സിൽ ഈ ഒരു ഗെയിമുണ്ട്. ഗെയിം ഒളിമ്പിക്സിലുണ്ടോ? അല്ലേ, ഞാൻ വിചാരിച്ചിട്ടുള്ള വ്യക്തി കളിച്ചിട്ടില്ല. അല്ല, കളി ഒളിമ്പിക്സിലുള്ളതാണോ? ഒളിമ്പിക്സിലുള്ളതാണ്. മലയാളിയാണെന്നാണ് പറഞ്ഞത്. അതെ. ഒളിമ്പിക്സിലുള്ള കളി ഞാൻ
ഒളിമ്പിക്സിൽ കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒളിമ്പിക്സിൽ ഇല്ലാത്ത കളികളിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് ക്രിക്കറ്റും ചെസ്സും മനസ്സിലോട്ട് പോയത്. ഒളിമ്പിക്സിലുള്ള കളി, പക്ഷേ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടില്ലാത്ത മലയാളി എന്ന് പറയുമ്പോൾ റിട്ടയർ ചെയ്തതാണ്. അത്ലറ്റിക്സിലൊക്കെ റിട്ടയർ ചെയ്ത എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഒളിമ്പിക്സിൽ പങ്കെടുത്തു. ഹാൻഡ് ബോൾ, വോളിബോൾ, അത് രണ്ടും ബോൾ ഉപയോഗിച്ചുള്ള കളിയാണ്. ഒളിമ്പിക്സിലുള്ള കളി, ഒളിമ്പിക്സിലുള്ള കളി. ടീമായും കളിക്കാൻ പറ്റുന്ന കളിയാണോ അത്? അല്ല, അല്ല, ഇതൊരു ഇൻഡിവിജ്വൽ ഈവൻ്റ് ആണ്. ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയുന്നതല്ല. സപ്പോസ് ഇപ്പോൾ ഒരു അത്ലറ്റ് റിലേയിൽ പങ്കെടുക്കുന്ന അത്ലറ്റ് ആണെങ്കിൽ ടീമായും കളിക്കാൻ കേട്ടോ. സ്പ്രിൻ്ററിന് റിലേയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടീം ഗെയിമാണ്. ഇത് ടീമായി കളിക്കുന്നതാണോ? ടീമായി കളിക്കുന്നതല്ല. അല്ല. അല്ല. ശരി തന്നെയാണ് സർ, കറക്റ്റ്. 16 ചോദ്യങ്ങൾ രാജശ്രീ. ആ കളിയിൽ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എപ്പോഴെങ്കിലും മെഡൽ ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിലെ മെഡൽ വന്നിട്ടുണ്ട്. അത്ലറ്റിക്സ്? നോ. ഈ ത്രോ ഐറ്റംസ് എല്ലാം അത്ലറ്റിക്സിൽ ഉൾപ്പെടുമല്ലോ. അത്ലറ്റിക്സ് അല്ല. അല്ല. ദാറ്റ് മീൻസ് ജംപ്സ്, റേസസ് ആൻഡ് ത്രോസ് അല്ല. അതെല്ലാം അത്ലറ്റിക്സിൽ ഉൾപ്പെടും. അതൊന്നും അല്ല. അല്ല. അതൊന്നുമല്ലാതെ ഇൻഡിവിജ്വലായി കളിക്കുന്ന കളി, ബോൾ ഗെയിം അല്ലാത്തത് ഒളിമ്പിക്സ് മെഡൽ ലഭിച്ചിട്ടുണ്ട്? ഇല്ല. ഒളിമ്പിക്സിലെ മെഡൽ അല്ലാതെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് ആ കളിയിൽ എപ്പോഴെങ്കിലും മെഡൽ ലഭിച്ചിട്ടുണ്ട്? ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അതെ. ബോൾ ഗെയിം അല്ല എന്നാ പറഞ്ഞത്. അല്ല. ബോൾ ഗെയിം എന്നത് ഉരുണ്ടത് തന്നെ ആകണമെന്നില്ല. ഈവൻ ബാഡ്മിൻ്റൺ ഈസ് എ ബോൾ ഗെയിം. യെസ്, അതെനിക്കറിയാം. നിങ്ങൾ വിചാരിച്ച വ്യക്തിക്ക് അന്തർദേശീയ അച്ചീവ്മെൻറ്റ്, ഇൻ്റർനാഷണൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിനകത്ത് മാത്രമല്ല രാജ്യാന്തരമായ മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഉറപ്പാണ്? യെസ് സർ. 50-ന് മുകളിൽ പ്രായത്തിലല്ലേ ലൈഫ് ലൈൻ ചോദിച്ചത്? അതെ. മലബാർ? യെസ്. 30 സെക്കൻഡുകൾ കൊണ്ട് ആസാംകാരിയായ പോളി എന്ന കളിക്കാരിയെ ഒരു മത്സരത്തിൽ നോക്കൗട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ വിചാരിച്ച വ്യക്തി? ഉണ്ട്. അശ്വമേധത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമാണ് കേട്ടോ. അല്ല, ഈ 50 വയസ്സിലെ ലൈഫ് ലൈൻ ഞാൻ തന്നെ പറയണ്ടെന്ന് വിചാരിച്ചു. താങ്കൾ വിചാരിച്ച വ്യക്തി ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹയായ മലയാളിയാണ്. അതെ. ശ്രീമതി കെ.സി. ലേഖ, യെസ്. താങ്കൾ വിചാരിച്ചത് ഭാരതത്തിൻ്റെ അഭിമാനമായ ബോക്സിംഗ് താരം കെ.സി. ലേഖയെ തന്നെയാണ്. അതെ സർ. അശ്വമേധത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു മത്സരാർത്ഥി സ്വന്തം പേര് മനസ്സിൽ വിചാരിക്കുന്നത്. കെ.സി. ലേഖ ലോക വനിതാ അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ 75 കിലോഗ്രാം വിഭാഗത്തിൽ 2006 സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളിയായ ഇന്ത്യൻ കായിക താരം. 2005 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ബോക്സിംഗിൽ സ്വർണ്ണ മെഡലും 2008 വെള്ളി മെഡലും നേടിയിരുന്നു. 2021 കായികരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമായ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹയായിരുന്നു. അറിവ് എവിടെ ആരംഭിക്കണം എന്നൊരു ചോദ്യമുണ്ട്. അറിവ് ആരംഭിക്കുന്നത് എന്തിലാകണം എന്നതാണ് ചോദ്യം. അവനവനിലാകണം എന്നത് തന്നെയാണ് ഉത്തരം. സ്വയം അറിയാൻ കഴിയാത്തവർക്ക്, സ്വയം അറിയാൻ ശ്രമിക്കാത്തവർക്ക് പിന്നെ എന്താണ് അറിയാൻ കഴിയുക? വെരി ഗുഡ് സെലക്ഷൻ സർ. താങ്ക് യു. ഒപ്പം ശ്രീമതി കെ.സി. ലേഖയേക്കാൾ വലിയ അത്ഭുതകരമായ പ്രകടനം ശ്രീ ജോ ആൻ്റണി താങ്കൾ കാഴ്ചവെച്ചു എന്ന് പറയാതിരിക്കാതെ തരമില്ല. അല്ല, അതൊരു ബ്രില്യൻറ്റ് മൂവായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് ഇന്റർനാഷണൽ ഈവൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഒരുപക്ഷെ തിരിച്ചത് ലൈഫ് ലൈൻ എടുക്കും എന്നാണ് ഞാൻ കരുതിയത്.
അനീഷ പക്ഷെ അത് എടുക്കുന്ന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നോക്കൗട്ട് ചെയ്യാനാണ് നോക്കിയത് അല്ലേ? പക്ഷെ പറ്റിയില്ല. ഇടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് സാറിന് എന്തായാലും എനിക്കറിയാം, ഞാൻ എത്ര ഒളിപ്പിച്ച് വെച്ചാലും എടുക്കും. കേരളത്തിലെ സ്പോർട്സ് കൗൺസിലിന്റെ ഭരണസമിതി അംഗം കൂടിയാണ്. അതെ സാർ, അതെ അതെ. നമ്മുടെ നാടിൻ്റെ വർത്തമാനകാല കായിക അവസ്ഥ എങ്ങനെ വിലയിരുത്തും പെട്ടെന്നൊരു വാചകത്തിൽ? എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് ഒളിമ്പിക്സിൽ കുറേ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും നല്ല പെർഫോമൻസ് അവർ കാഴ്ച വെച്ചിട്ടുമുണ്ട്. നമ്മുടെ ശ്രീജേഷും അതുപോലെ നമുക്ക് മെഡലുകളും സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നേ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സമയത്ത് കൂടുതൽ അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഞാൻ പറയുമ്പം സ്പെഷ്യലി ബോക്സിംഗ് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഞാനൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഗോൾഡും അതുപോലെ ബ്രോൺസ് മെഡൽ കിട്ടിയ അശ്വതി മോള് ഏഷ്യൻ ചാമ്പ്യനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മേരി കോം ഞങ്ങളൊക്കെ ഒരേ ബാച്ചിലായിരുന്നു. 2001 മുതലുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവരാണ് ഈ ഒളിമ്പിക്സിൽ മെഡൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗെയിമിൽ പക്ഷേ ഇപ്പോൾ മെഡൽ ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ നമ്മുടെ സർക്കാരും സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സും ഒക്കെ ഒരുപാട് ഫെസിലിറ്റീസും മറ്റുമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കുന്ന അത്രത്തോളം മെഡലുകൾ റിസൾട്ട് വരുന്നില്ല. അതൊന്ന് ഏറ്റവും നന്നായി മത്സരിക്കുക, അതേസമയം വിജയിയെ അഭിനന്ദിക്കുകയും ചെയ്യുക അല്ലേ? അതെ അതെ സാർ, അതെ. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് പിയറി ഡി ക്യൂബർട്ടിനാണ് അല്ലേ? അതെ. ഈ പിയറി ഡി ക്യൂബർട്ടിൻ പ്രൈസ് എന്നൊരു പ്രൈസ് ഉണ്ട്. അത് മരണാനന്തര ബഹുമതിയായി നൽകുന്നതാണ്. മികച്ച നേട്ടങ്ങൾ നേടുന്ന കായിക താരത്തിനാകണമെന്നില്ല. ദ ഗ്രേറ്റസ്റ്റ് സ്പോർട്സ് പേഴ്സൺ, ഏറ്റവും മികച്ച ഹ്യൂമൻ ബീയിങ് ആയ കായിക താരത്തിനാണ്. സ്പിരിറ്റ് ഓഫ് സ്പോർട്സ് ആണ് ആ അവാർഡ്. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു വർഷത്തിന് മുൻപ് സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കായിക താരത്തെക്കുറിച്ചാണ് കേരളത്തിലെ കുട്ടികളോട് സംസാരിച്ചത്. ഹിറ്റ്ലറിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ബെർലിൻ ഒളിമ്പിക്സ്, അമേരിക്കക്കാരനായ കറുത്ത വർഗ്ഗക്കാരൻ ജെസ്സി ഓവൻസ് ലോങ് ജമ്പ് പിറ്റിൽ തയ്യാറായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചട്ടങ്ങളൊക്കെ ഫൗളായി കഴിഞ്ഞപ്പോൾ വിജയിയാകുവാൻ ഹിറ്റ്ലർ കരുതി വെച്ച ആര്യരക്തം എന്ന സോക്കോൾഡ് ആര്യൻ ബ്ലഡ് എന്ന ഹിറ്റ്ലറിൻ്റെ വിശേഷണത്തിനുടമയായ അസാമാന്യമായ ഉയരവും നീലക്കണ്ണുകളുമുള്ള ലെസ് ലോങ് എന്ന കായിക താരം ജെസ്സിയുടെ ഏറ്റവും പ്രധാന എതിരാളി ജെസ്സിക്കരികിലേക്കെത്തി ഉപദേശിച്ചു. പിറ്റിൽ നിന്ന് ഒരല്പം പിറകിലെത്തി താങ്കളുടെ റണ്ണപ്പ് അവസാനിപ്പിച്ച് ചാടുക, ഫൗളാകില്ല ഇനി താങ്കളുടെ ചാട്ടം. ജെസ്സി ചാടി. വിജയത്തിൻ്റെ കിരീടത്തിലേക്ക് ജെസ്സി എത്തി. ലെസ്ലോങ് എന്ന എതിരാളിയുടെ നിർദ്ദേശം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിജയിച്ച ജെസ്സി ഓവൻസിന് കൈകൊടുക്കാതെ തിരിച്ചു നടന്നു വംശപ്രിയനായ അഡോൾഫ് ഹിറ്റ്ലർ. ലെസ്ലോങ് ആകട്ടെ പിന്നീട് യുദ്ധസേവനത്തിനായി നിർബന്ധിതമായി അയക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. എതിരാളിയെപ്പോലും പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നവൻ്റെ പേരാണ് കായിക താരം. കെ.സി. ലേഖ, യു ആർ എ ട്രൂ സ്പോർട്സ് പേഴ്സൺ. സല്യൂട്ട്സ് ടു the memoirs, the memories, the courage, the valor and the leadership of all great persons. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ദൂരത്തിൽ. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairatv.in. ഇന്ന് ഈ വേദിയിൽ ചലഞ്ച് ഏറ്റെടുക്കുന്നു. കുപ്രസിദ്ധി തന്നെയാണല്ലേ? അല്ല, കുപ്രസിദ്ധിയല്ല, വെല്ലുവിളിയാണ് തീർച്ചയായും.